നമ്മൾ പെട്ടെന്ന് പോകുന്നു കൊല്ലത്തേക്ക്. കൊല്ലം പള്ളിത്തോട്ടം റേഷൻ കടയിൽ വരാൻ ഇനി കാർഡിന്റെ കളർ മാത്രം നോക്കിയാൽ പോരാ. മുന്നറിയിപ്പുകൾ ഏതാണ്, അതിന്റെ കളർ കൂടി നോക്കുന്നത് നന്നാകും. ഓട വൃത്തിയാക്കാത്തതിനെ തുടർന്ന് മഴ കുറഞ്ഞാലും വെള്ളം ഇറങ്ങാൻ സമയമെടുക്കും. ഇത് കാരണം റേഷൻ കട വരെ മാറ്റിയിരിക്കുകയാണ് പ്രദേശവാസികൾ. വിഷ്ണു കരുവാരക്കുണ്ട് നമുക്കൊപ്പമുണ്ട് കൊല്ലത്ത് നിന്ന്. വിഷ്ണു, റേഷൻ കടയും മഴയും ഓടയും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? കൊല്ലംകാർ പറയുന്നത് എന്താണ്? സുജയ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പ്രശ്നം ഓട തന്നെയാണ്. ഈ ഓടയിൽ നിന്ന് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, നമ്മളെ പിറകിലായി പള്ളിത്തോട്ടം റേഷൻ കടയാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് വെറും സാധാരണക്കാരാണ് റേഷൻ കടയിലേക്ക് വരാറുള്ളത്. അതുപോലെ തന്നെ മലിനമായ ജലങ്ങളും ഈ ഓടയിൽ കയറി വളരെയധികം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൊല്ലത്തുണ്ട്. നമുക്കറിയാം, പള്ളിത്തോട്ടം തോപ്പിലുള്ള ഒരു റേഷൻ കടയ്ക്ക് മുന്നിലാണ് ഇവിടെ ഈ മുന്നിലെ റോഡുകളൊക്കെ ആകെ പൊളിഞ്ഞ ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ മുന്നിലൂടെയായിട്ട് ഓട കടന്നു പോകുന്നുണ്ട്. ഈ ഓടയിലൂടെ കൃത്യമായി വെള്ളം പോവാത്തൊരു രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു തരത്തിലുള്ള ഒരു നിർമ്മാർജ്ജനവും ഇവിടെ അധികാരികളോ ആരും തന്നെ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. മുൻകൂട്ടി ഈ ഒരു മഴക്കാലത്ത് മുൻകൂട്ടി ഇവർ പറയുന്നുണ്ടെങ്കിലും നടത്തിത്തരാം, ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ പറയുന്നല്ലാതെ ഒരു തരത്തിലുള്ള ഓട വൃത്തിയാക്കലും ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു മഴക്കാലം വന്നതോടുകൂടി റേഷൻ കടയിലേക്ക് എത്തുന്ന ആളുകൾ വരെ റേഷൻ കാർഡ് മാറ്റി മറ്റൊരു കടയിലേക്ക് പോകാൻ വരെയുള്ള സാഹചര്യം നിലവിലുണ്ട്. കാരണം മലിനജലത്തിൽ ചവിട്ടി ഒരുപാട് അസുഖങ്ങൾ വന്ന് കിടപ്പിലായ കുറെ ആളുകൾ ഈ റേഷൻ കട പരിസരത്തുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 400 സാധാരണക്കാരായ ആളുകൾ റേഷൻ കട സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ റേഷൻ കടയിലുള്ള ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടൻ ഒരുപാട് തവണ ഇതിൽ അധികാരികളുമായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നുള്ള പ്രതികരണം എന്തൊക്കെയെന്ന് നമുക്ക് ചേട്ടാ എങ്ങനെയൊക്കെയായിരുന്നു? അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയോ ഈ കാര്യം? അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞ് വാർഡ് കൗൺസിലടുത്ത് പറഞ്ഞു. പിന്നെ നമ്മൾ ബെൻസീർ കൂടി അവിടെയും വന്ന് അവരുടെ ചാനലുകാരും വന്ന് പിടിച്ചോണ്ട് പോയി. 3-4 തവണ കേരളമന്ത്രി പത്രത്തിൽ വന്ന് അധികാരികൾ എന്താ പറഞ്ഞ? അധികാരികൾ പറഞ്ഞു ഉടനെ ശരിയാക്കാന്ന് പറയുന്നല്ലാതെ ശരിയാക്കുന്നില്ല. നമ്മൾ പറയുമ്പോൾ പല പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിക്കൊണ്ട് പോകും. ഉടനെ ശരിയാക്കാം എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. വിഷ്ണു, കൂടുതൽ പ്രതികരണങ്ങൾ തേടാം.